ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ സിപിഎമ്മും കോൺഗ്രസും ഒരുങ്ങുകയാണ്. എ റഹീം എം പി രാജ്യസഭയിൽ നോട്ടീസ് നൽകി. വിഷയം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടവർ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ CBCI തന്നെ രംഗത്ത് വരികയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കടക്കം ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് നിവേദനം നൽകുകയും ചെയ്തതാണ്. അപ്പോൾ ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൂടെ കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ശ്രമമാണ് ഇന്നുണ്ടാവുക, അല്ലേ? ജിൽസി, പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തുന്നതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് ഇവരുടെ ജാമ്യാപേക്ഷ ഇന്ന് ദുർഗ് ജില്ലാ കോടതിയിൽ സമർപ്പിക്കുകയാണ്. കോടതി ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ മഠം പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ അനീതിയാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് ഇതിൽ കോടതിയുടെ ഇടപെടൽ അത്യാവശ്യമാണ് എന്ന് കൂടി കോടതിയെ ബോധിപ്പിക്കാൻ കൂടി ഇവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ആശ്വാസകരമായ വാർത്ത ഇന്ന് കോടതിയിൽ നിന്നും സഭാ നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാളുകളെയായിരുന്നു ഇന്നലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംഘപരിവാർ സംഘടനകൾ ഒരു കാരണവുമില്ലാതെ ഇത്തരത്തിൽ പിടികൂടുകയും മതപരിവർത്തനം ഉൾപ്പെടെ ആരോപിച്ച് വലിയ രീതിയിലുള്ള കേസുകൾ ഇവർക്കെതിരെ ചുമത്തിക്കൊണ്ട് പോലീസിന് മേലും അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവന്ന പെൺകുട്ടികളുടെ മേലെല്ലാം വലിയ സമ്മർദ്ദം ചെലുത്തുകയുമായിരുന്നു സംഘപരിവാർ സംഘടനകൾ ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഇപ്പോൾ രാജ്യവ്യാപകമായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ MP-മാർ ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കണമെന്നാവശ്യപ്പെട്ടിപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പമാണ് ഇന്ന് ജില്ലാ കോടതി ഈ ഹർജി ജില്ലാ കോടതിയിൽ സമർപ്പിക്കുകയുമായി ഇന്ന് തന്നെ ഒരുപക്ഷെ കോടതി ഇത് പരിഗണിച്ച് ഇതിൽ ഒരു വിധി കോടതിയുടെ ഭാഗത്തു കൊണ്ടുണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നിലവിൽ 2 കന്യാസ്ത്രീകളും ഇപ്പോഴും ദുർഗിലെ ജയിലിലാണുള്ളത്. ഇവരെ ഇന്നലെ തന്നെ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയുമായിരുന്നു. ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന 3 വനിതകളെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ ബന്ധുക്കൾ ഒരുപക്ഷെ ഇന്ന് ഈ പെൺകുട്ടികളെ പാർപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പ്രതിപക്ഷം എന്തായാലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ആളുകൾക്കെതിരെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ദുർഗിൽ നടന്ന സംഭവം അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ അനുവാദം നൽകിയിട്ടാണ് ആ പെൺകുട്ടികളുടെ ജോലിക്കായി 3 കൊണ്ടുപോയത്. അതിനെന്തിനാണ് ഇവർ തടഞ്ഞത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിന്റെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ പതിവാണ്. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടായത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.